ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലൂടെയാണ്. മുംബൈയിലെ നരിമാൻ പോയിന്റ്. നരിമാൻ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നരിമാൻ പോയിന്റ് ആണ് ഏറ്റവും ഇന്ത്യയിലെ അതായത് ഏറ്റവും പഴയ ഒരു വാണിജ്യ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ തന്നെയാണ് നമ്മുടെ BSE ബിൽഡിംഗ്, അതായത് ബിസിനസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നത് ഇതേ നരിമാൻ പോയിന്റിൽ തന്നെയാണ്. നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ പഴയ കാലത്ത് അവർ ചെയ്ത അതിൻ്റെ ആ ഒരു ആർക്കിടെക്റ്റിന്റെ എന്താ പറയുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. 1850കളിലും ഒക്കെയുള്ള ബിൽഡിങ്ങുകളും 1910 മുമ്പുള്ളതും 1910 ബിൽഡിങ്ങുകളും, അങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വർഷം അവർക്ക് കാണാനും പറ്റും. ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബിൽഡിങ്ങുകളാണെന്നും. ഇത് ഇവിടുത്തെ ഏറ്റവും ഒരു പഴയ ചർച്ചാണ്. ഈ ഒരു ഇടനാഴിയിലൂടെ, അതായത് ഈ ഒരു ഇടവഴിയിലൂടെ നമുക്ക് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും, പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോർട്ട് ഏരിയയും ഇവിടെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരുപാട് ലോയറും അങ്ങനെയുള്ള ആൾക്കാരും കോർട്ടിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പണ്ട് ഒരുപാട് പേര് ടൂറിസത്തിലും അങ്ങനെ കാണാനും വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അധികം ആൾക്കാർ വരാറില്ല ഈ ഒരു ഭാഗത്തേക്ക്. പിന്നെ ഏറ്റവും അടുത്ത് തന്നെയാണ് ഇതിൻ്റെ സമുദ്രം തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ ആകർഷണമായ രീതിയിലുള്ള ഒരു ഏരിയ തന്നെയാണിത്. പിന്നെ നമ്മുടെ അതിനുശേഷം ഇവിടുന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ VT സ്റ്റേഷൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. അത് നമ്മുടെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, അതായത് പഴയ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. കാരണം എപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും മൂവി ഷൂട്ട് നടക്കുന്ന ഒരു ഏരിയ ഒക്കെ തന്നെയാണ് ഈ ഒരു ഏരിയ. നമുക്കറിയാമല്ലോ, മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു സീനുണ്ടല്ലോ, ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും. ആ ഛത്രപതി ശിവാജി ടെർമിനൽ അല്ല, റെയിൽവേ സ്റ്റേഷൻ, CST, ആ ഒരു CSTയുടെ ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഒരുപാട് സിനിമയുടെ ഷൂട്ടൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതുകൊണ്ട്, ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഹോൾഡ് ചെയ്ത് വെച്ചെടുത്തൊരു സീനാണ് ഈ ഒരു സീൻ. പിന്നെ മുംബൈ അതറിയാമല്ലോ, ഒരുപാട് പേരുടെ വഴി തിരിവാക്കിയതും അതുപോലെ തന്നെ ഒരുപാട് ജീവിതത്തിൽ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആക്കിയ ഒരു നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. മുംബൈയിൽ ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 രൂപ ഉള്ളവരും ജീവിക്കാം, 10 ലക്ഷം ഉള്ളവരും ജീവിക്കാം എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. അതായത് മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഈ സീനൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സിനിമ ഒക്കെ ചില സീനൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്ന ചില സീനാണ് ഈ ഒരു ഏരിയ. അപ്പം ഇതൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു സുഖം നമുക്ക് ശരിക്കും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളൊരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോകാൻ പറ്റാത്തവർക്കും ചെന്ന് നേരിട്ട് കാണാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് കാണാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ഒരു യൂട്യൂബിൽ ഇടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾ ശരിക്കും ഇത് വന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ, അത് ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണില്ല. വീഡിയോയിൽ നമുക്കൊരു ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ശ്രമിക്കുക, കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അറിയാത്ത ഏറ്റവും മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പോലും അറിയാൻ വയ്യ കേരളത്തിൽ എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പം ജീവിതത്തിൽ കറങ്ങുക, കുറച്ചൊക്കെ സ്ഥലങ്ങൾ കണ്ടിരിക്കുക, ചുറ്റുപാടുകൾ കണ്ടിരിക്കുക. ഇതിപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ തിരിച്ച് പോകുന്ന ആ ഒരു വഴിയാണ്. അപ്പം ആ ഒരു മനോഹരമായ ദൃശ്യമാണിത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് അണ്ടർ വാട്ടറിലൂടെയുള്ള ആ ഒരു ബ്രിഡ്ജിലേക്കാണ്. അത് ബ്രിഡ്ജ് എന്ന് പറയാനൊക്കെ അണ്ടർ വാട്ടറിലുള്ള ഒരു പാത്താണത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ ഈ സംഭവം ഈ കടലിനടിയിൽ കൂടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കടലിനടിയിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇത് കടലിനടിയാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മുംബൈയിലെ അതായത് ഏകദേശം 2 മണിക്കൂറത്തെ ദൂരത്തെ യാത്രയാണ്. അതൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടിയിരുന്ന 5 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു പാതയാണ് ഈ പാത. അണ്ടർഗ്രൗണ്ട് വാട്ടറിലൂടെ ഉള്ള ആ ഒരു റോഡ് നിർമ്മിച്ചതും അതൊക്കെ നമ്മുടെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഇന്ത്യയിൽ തന്നെ ആണോ എന്നുള്ളത്. അത് മറ്റൊരു കാര്യം. ഇപ്പം നമ്മളപ്പോൾ അടുത്ത ലെവലിലെത്തി, നമ്മൾ വെളിയിലിറങ്ങി. ഇതാണ് മുംബൈ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും
ബൈ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. സോറി, ഒരു മിനിറ്റ് നിൽക്കണേ. ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചു തരാം. ഇതാണ് അംബാനിയുടെ വീട്. നമ്മുടെ അംബാനി അണ്ണൻ്റെ വീടാണ് ആ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ഹെലികോപ്റ്റർ വന്ന് അവിടെ ഇറങ്ങുന്നത് പോലും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുന്നത്, വിലകേറിയ ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദുബൈയുടെ ഒരു ലുക്ക് തോന്നും. പക്ഷേ എന്നാൽ ഇത് ദുബൈ അല്ല കേട്ടോ, ഇത് മുംബൈ ആണ് കേട്ടോ. ഇപ്പോഴത്തെ മുംബൈ ആണ് മോനെ ഈ മുംബൈ. ഇത് ഇനിയും ഓരോ വർഷം കഴിയുന്നവരും ഈ മുംബൈയുടെ ലുക്ക് തന്നെ മാറിക്കൊണ്ടും എത്ര മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇതാരെങ്കിലും വിശ്വസിക്കും? ഈ കാറുകൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്ത്യ ആണ്. ഇതിൽ ഇനിയും വരുത്തി തീർത്ത എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ഹാജി അലിയാണത്, ഹാജി അലി. നമ്മുടെ മുംബൈയിലെ ഹാജി അലിയാണ് ഈ കാണുന്നത്. ആ ഒരു സണ്ണിനെ മാത്രം നിങ്ങൾ നോക്കിയാൽ ഒരു ചെറിയൊരു മൂമെൻറ്റ് വളരെ അടിപൊളിയാണ്. സംഭവം എല്ലാം കലക്കിയതാണ്. മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇനി അടുത്ത ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ ഒരു സർപ്രൈസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഒരു ബിൽഡിംഗ് ആണ്. ഇതാണ് നിത അംബാനിയുടെ ബിൽഡിംഗ് ആണ് ഇത് കേട്ടോ. അത് മെയിൻ വീട്. ഇത് നിത അംബാനിക്ക് വേണ്ടിയിട്ട് മാത്രം, നിത അംബാനിയുടെ ഒരു വീടാണ്. എന്നാൽ ഇതിൻ്റെ ഓപ്പണിംഗ് ഇതുവരെ ആയിട്ടില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അത് അവരുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ എന്താ അല്ലേ, ഇതിപ്പോൾ പുതിയ ബ്രിഡ്ജ് അടുത്ത പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും ഈ സംഭവങ്ങളെല്ലാം പൊളിച്ചടുക്കി ഇത് ഒന്നും പറയണ്ട. ഇന്ത്യയുടെ ആകെ മൊത്തം ലുക്ക്, മുംബൈയുടെ ലുക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. ഹാജി അലി വീണ്ടും ഒന്നുകൂടെ ഞാൻ ഇട്ടു. അത് ആ സണ്ണിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടാണ്. വളരെ സൂപ്പറായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.